പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 13 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. 10.1 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഫൈൻഡ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പർ 10.1. നമുക്ക് എന്ത് ചെയ്യാം, 10.1ന്റെ സ്ക്വയർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. 10.1 സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. 10 പ്ലസ് 0.1 ഹോൾ സ്ക്വയർ. 10 പ്ലസ് 0.1 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.1 പ്ലസ് 0.1ൻ്റെ സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ 100. 2 ഇൻറ്റു 10 ഇൻറ്റു 0.1. 2 ഇൻറ്റു 10 എത്രയാണ്? 20 ആണ്. 20 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആയിരിക്കും. പ്ലസ് 0.1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.1 ഇൻറ്റു 0.1. 0.1 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ ആൻസർ 0.01 ആണ്. 0.1നെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 1 കിട്ടും. 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പം മുമ്പിൽ ഒരു 0 ഇടണം. അപ്പോൾ ആൻസർ 0.01 ആയിരിക്കും. ഇനി നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യുന്ന എങ്ങനെയും നോക്കാം. 100 പോയിന്റ് ഇട്ട് 2 0 ഇട്ട് കൊടുക്കുക. പിന്നെ എന്തുള്ളത്? 2.00. പിന്നെ അടുത്ത എന്താണ്? 0.01. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 0 പ്ലസ് 0 പ്ലസ് 1 0. 0 പ്ലസ് 0 പ്ലസ് 0 0. പോയിന്റ് അങ്ങനെ ഇട്ട് കൊടുക്കുക. 0 പ്ലസ് 2 പ്ലസ് 0 2. 0ന്റെ താഴെ ഒന്നുമില്ല, താഴത്തെ ഇറക്കുക. 1ന്റെ താഴെ ഒന്നുമില്ല, താഴത്തെ ഇറക്കുക. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 102.01 ആണ്. 102.01 എന്ന് വരും. അതായത് 102.01. അപ്പോൾ 10.1ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 102.01. നമുക്ക് അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12.5 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ 12.5. നമുക്ക് ഈ 12.5 എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. 12.5 ഹോൾ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു 12.5നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. 12 പ്ലസ് 0.5 ഹോൾ സ്ക്വയർ. 12 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു 0.5 പ്ലസ് 0.5 ഹോൾ സ്ക്വയർ. 12ന്റെ സ്ക്വയർ നമ്മൾ മുന്നേ കണ്ടുവച്ചതാണ്. 144 പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു 0.5. 2 ഇൻറ്റു 12 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 12 കിട്ടും. പ്ലസ് 0.5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 0.5. ആൻസർ എത്രയാണ്? 0.25. എല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 144.00 12.00 0.25. എല്ലാം കൂടി ആഡ് ചെയ്താൽ 0 പ്ലസ് 0 പ്ലസ് 5 5. 0 പ്ലസ് 0 പ്ലസ് 2 2 ആണ്. 4 പ്ലസ് 2 പ്ലസ് 0 6. 4 പ്ലസ് 1 5. റിമൈൻഡർ എത്രയാണ് ഇവിടെ ഉള്ളത്? താഴ്ത്തി ഇറക്കാൻ ഒന്നും വേറെ അതിന്റെ താഴെ നമ്പർ ഒന്നും ആഡ് ചെയ്യാനില്ല, ഒന്ന് താഴ്ത്തി ഇറക്കുക. അപ്പോൾ 156.25 എത്ര കിട്ടല്? 156.25. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് 12.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 156.25 കിട്ടി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിലെ 5th ക്വസ്റ്റ്യൻ 15.7. നമുക്ക് 15.7ന്റെ സ്ക്വയർ അല്ലെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 15 പ്ലസ് 0.7 ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ എന്താ എഴുതാം? 15ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 0.7 പ്ലസ് 0.7 ഹോൾ സ്ക്വയർ. ഇതെല്ലാം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് എഴുതുന്നുള്ളത്. അപ്പൊ എന്ത് വരും? 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്. 15ന്റെ സ്ക്വയർ എത്രയാണ്? 225 പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 0.7. 2 ഇൻറ്റു 15 ഇൻറ്റു 0.7 എന്ന് പറഞ്ഞാൽ ആൻസർ 21. 2 ഇൻറ്റു 15 ഇൻറ്റു 0.7 എന്ന് പറഞ്ഞാൽ ആൻസർ 21 ആയിരിക്കും. പ്ലസ് 0.7 ഇൻറ്റു 0.7 എന്ന് പറഞ്ഞാൽ 0.49 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതായിരുന്നു. ഇതെല്ലാം ആഡ് ഓൺ ചെയ്ത് എന്ത് വരും നോക്കാം. എന്ത് കിട്ടും? 246.49. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 225.00 പ്ലസ് 21.00 പ്ലസ് 0.49 അല്ലെ. നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ എന്ത് വരും? 9 4.6 2 പ്ലസ് 2 4 2 246.49 കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?